ലാസ്റ്റ് സപ്പർ മ്യൂസിയത്തിലാണ്. ഇവിടെ ഒരുപാട് ലാസ്റ്റ് സപ്പർ പിക്ചേഴ്സ് ഉണ്ട്. ഇത് വളരെ നല്ലൊരു മ്യൂസിയമാണ്. ഇവിടെ ഒത്തിരി കൺട്രീസ് നിന്നുള്ള പിക്ചേഴ്സും ഒക്കെ ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഞാൻ നിങ്ങളെ ഇന്ന് പെസഹ പാൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ട്രഡീഷണൽ രീതിയിൽ തന്നെ ഉണ്ടാക്കിയേക്കുന്നത്. എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഒരു പരിചയമുള്ളൊരു സിസ്റ്ററിനോട് ചോദിച്ചായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് കോക്കനട്ട് ക്രീം ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പെസഹ പാൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചിട്ട് വന്നിട്ട് നമുക്ക് മ്യൂസിയത്തിന് കുറച്ച് ഭാഗങ്ങൾ കാണാം. പെസഹ പാൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ അടുപ്പിച്ച ശർക്കര കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ഒന്നാം പാല്. ഒന്നാം പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ക്രീം ആഡ് ചെയ്യാം. ഒന്നാം പാലെന്ന് പറയുന്നത് നമ്മൾ തേങ്ങ പിഴിഞ്ഞ് ആദ്യം എടുക്കുന്ന പാലാണ് ഒന്നാം പാല്. അത് കഴിഞ്ഞ് ആ തേങ്ങ തന്നെ ഒന്നുകൂടെ പാല് പിഴിഞ്ഞെടുക്കുന്നതാണ് രണ്ടാം പാല്. രണ്ടാം പാല് ഞാൻ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, 1 ടീസ്പൂൺ ചെറിയ ജീരകവും, ഒരു 10 ഏലക്കായും കൂടെ പൊടിച്ചതാണ്. നമ്മൾ പെസഹപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 3 ടേബിൾ സ്പൂൺ മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണേ. അപ്പോൾ ഈ പെസഹാപ്പത്തിൻ്റെ മാവ് തന്നെ ചേർക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ചെറിയൊരു ചുവന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഉഴുന്നിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ഈ പാലിനൂടെ കിട്ടും. അപ്പം അതൊരു പ്രത്യേക ടേസ്റ്റ്. എന്നാൽ അറിയത്തുമില്ല. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇച്ചിരി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ പാല് കുറുകി വരുമ്പോഴത്തേക്ക് കുറുകൽ പോരെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ചേർത്ത് കൊടുക്കാനായിട്ട് ഇച്ചിരി കലക്കി വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പത്തിൻ്റെ മാവ് കൂടുതലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പാലുണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്. അപ്പം കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പാലിൻ്റെ അകത്തോട്ട് ശർക്കര ഡയറക്റ്റായിട്ട് ഇടാം. ഇതിപ്പം നാട്ടിലെ ശർക്കരയൊക്കെ ആണെങ്കിൽ കല്ല് കാണും. അപ്പം ശർക്കര ഉരുക്കിയിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ശർക്കര പാനിയിലോട്ട് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് ഇനി പെസഹാപ്പത്തിൻ്റെ മാവ് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ, അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അധികം ചൂടാവുന്നതിൻ്റെ മുമ്പ് തന്നെ ആദ്യമേ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കണം. നമുക്കിങ്ങനെ പ്രാർത്ഥിച്ച് കൊടുക്കാം. ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. മനസ്സിലുള്ള ചെറിയ ചെറിയ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിങ്ങനെ പെസഹാപ്പാലിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ പ്രയർ ചൊല്ലി ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം വരും. ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ പോലും, ഇപ്പം നമ്മളൊരു കറി വെക്കുകയാണെങ്കിൽ പോലും ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കറിക്കൊരു പ്രത്യേകത എന്താണെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുരിശ് പോലൊക്കെ ഇളക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇനി ചൂടാകുമ്പോഴത്തേക്ക് ഇതൊന്ന് കുറുകി വരും. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടി, പിന്നെ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചത്. ഇപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് അരിപ്പൊടി ഇച്ചിരി കലക്കി വെച്ചേക്കുന്നത് ഞാൻ ചേർക്കുക. ഇതിന് വലിയ കൊഴുപ്പ് വന്നിട്ടില്ല. ഒന്നിൽ പെസഹാപ്പത്തിൻ്റെ മാവ് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അത് ചേർക്കാം. അതല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി കലക്കി ഇച്ചിരി വെള്ളത്തിൽ കലക്കി ചേർക്കണം, അല്ലെങ്കിൽ കട്ട കൂടി പോവും. തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ തീ ഞാൻ ലോയലായിട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് വേണമെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് ക്രീം കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യാൻ നോക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു കുരുത്തോലയൊക്കെ വെച്ച് സെർവ് ചെയ്യാം. നിങ്ങളാരും ഉണ്ടാക്കാതിരിക്കരുത്. നമ്മുടെ ട്രഡീഷനാണ്. എല്ലാവരും കീപ്പ് ചെയ്യാനായിട്ടും പിള്ളേരെ കാണിച്ചു കൊടുക്കാനായിട്ടും ഒക്കെ ശ്രദ്ധിക്കണം. നമുക്ക് ആൻറ്റിയോട് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്താന്നുള്ള കാര്യം ചോദിക്കാം. It started out as a souvenir on a trip that we had made because my husband is a pastor at the time. Last Supper pieces were the first Last Supper piece would have been a souvenir from a trip that we had taken. But eventually we found other Last Supper pieces.
and we now have a large collection of it, which we now display in the Last Supper Museum. We have pieces from all over the world, probably 60 different countries represented. And that's good to know that Christianity is spread around the world into all of these other countries, and the different traditions that people have, the different customs and just the styles. And to know that everyone is celebrating the Last Supper as we are.